ലോക മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ് വയനാട് ദുരന്തം. പെരുമഴക്കൊപ്പം മരണവും പെയ്തിറങ്ങിയ ആ രാവ് മാഞ്ഞപ്പോഴേക്കും ബാക്കിയായത് തീരാനോവും നികത്താനാവാത്ത നഷ്ടവുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ അനുശോചനമറിയിച്ച വലിയ ഒരു ദുരന്തം. കഷ്ടതയനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുകയാണ് ഏത് ഭരണകൂടവും ചെയ്യേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാജ്യം ഭരിക്കുന്ന BJPയും കേന്ദ്രഭരണവും ഈ അവസരവും ദുഷ്ടലാക്കോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി അമിത് ഷാ മുതൽ കേരളത്തിലെ അഖിൽ മാരാർ വരെയുള്ള BJPക്കാർ കേരളത്തിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. കേന്ദ്രം നൽകിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെ ഫലമായാണ് ദുരന്തമുണ്ടായതെന്ന പച്ചക്കള്ളം രാജ്യസഭയിൽ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. ആഭ്യന്തരമന്ത്രിയുടെ കളവ് പച്ചയായി പിടിക്കപ്പെട്ടപ്പോൾ ചില ഗൂഢനീക്കങ്ങളുമായി കേന്ദ്രം മുന്നോട്ട് വരികയാണ്. വയനാട്ടിലെ ദുരന്തത്തിന് കാരണം അനധികൃത കുടിയേറ്റവും ഖനനവുമാണെന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്ത് വന്നു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ക്രൂരമായി പരിഹസിക്കുന്നതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മറ്റൊരു ഗൂഢമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ കാരണം കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ലേഖനങ്ങളും റിപ്പോർട്ടുകളും വ്യാജമായി കെട്ടിച്ചമക്കാൻ വിദഗ്ധരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമീപിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ കാരണം കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് സ്ഥാപിക്കണം. അതിനാവശ്യമായ ലേഖനങ്ങൾ വേണം, റിപ്പോർട്ടുകൾ വേണം. അതൊക്കെ വ്യാജമായി നിർമ്മിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നേരിട്ട് ഇടപെടുകയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി നടത്തിയ ഈ ഇടപെടലുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിനെതിരെ ഇത്രയും നികൃഷ്ടവും നീചവും നിന്ദ്യവും വ്യാജവുമായ പ്രചരണത്തിന് BJPയും കേന്ദ്ര മന്ത്രിമാരും നേരിട്ട് ഇടപെടുന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. BJP കേരളത്തെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളികളുടെ ദുരന്തങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് BJP എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.